ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോപ്പ് ഉണ്ടാക്കണതിന്റെ വീഡിയോസ് ഒന്നും ആയിട്ടല്ല, നമ്മൾ ഇന്ന് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കണം എങ്ങനെയാണ് സോപ്പ് കവർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പാക്കിംഗ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമെന്ന് കുറെ പേര് നമ്മുടെ വീഡിയോസിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും, കമന്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് പാക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മള് പാക്ക് ചെയ്യുന്നത് ഇതുപോലെ ക്ലിൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ സോപ്പ് കവർ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ എങ്ങനെയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പകുതി വെട്ടിക്കഴിഞ്ഞു കേട്ടോ, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, ഇന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ ക്ലിൻ ഫിലിം വെച്ചിട്ടാണ് സോപ്പ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ക്ലിൻ ഫിലിം ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണം കേട്ടോ, കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതൊരു പീസാണ്, ഇതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ ഇതിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ആ ബാലൻസ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ ഞാനിത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സോപ്പ്, ഇപ്പൊ നമ്മള് ഉണ്ടാക്കിയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോപ്പായിരുന്നു, അതാണ് നമ്മള് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോപ്പ് നമ്മൾ സോപ്പ് കമഴ്ത്തി വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് എടുക്കുകയാണ്, എന്നിട്ട് ഇത് നന്നായി വലിച്ച് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് രണ്ട് സൈഡിലേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് ഇതത്ര വെയിറ്റ് കുറവുള്ള സോപ്പാണ് കേട്ടോ, അത് കാരണം കൊണ്ടാണ്. വലിയ സോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിട്ടും. ഇതേ നമ്മുടെ സോപ്പ് കവർ ചെയ്യൽ ഇതേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കവർ പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശരിയാവാതിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സോപ്പുകളൊക്കെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അത് ഇങ്ങനെ വെക്കുക, നമ്മൾ കമഴ്ത്തി ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഇത്രയും പണിയുള്ളൂ നമ്മുടെ സോപ്പ് കവർ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ സോപ്പ് കവർ ചെയ്തു എന്ന് മനസ്സിലാവില്ല കേട്ടോ, ബാക്ക് സൈഡ് കാണുമ്പോഴാണ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. അപ്പൊ ക്ലീൻ ഫിലിം കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ക്ലീൻ ഫിലിം. അപ്പൊ ക്ലീൻ ഫിലിം വെച്ചിട്ട് നമ്മൾ വേറൊരു കവറിൽ കൂടെ ആക്കി വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ബോക്സുകൾ അവൈലബിൾ ആണ് കേട്ടോ, സോപ്പ് ഇടാനുള്ള ബോക്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ ബോക്സുകളൊക്കെ വേണമെന്ന് വെച്ചെങ്കിൽ ഞാനിവിടെ എൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ, വാട്സപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം നമ്മൾ സോപ്പിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കും, പോസ്റ്റ് വഴി അല്ലെങ്കിൽ DTDC വഴിയാണ് കേട്ടോ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മെറ്റീരിയൽസ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർ അല്ല അറിയുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ബാക്ക് സൈഡിൽ നമ്മുടെ ലാബിൽ ഒട്ടിക്കും. അത് നമുക്ക് ഇനി ഒരു ട്രാൻസ്പെറൻറ്റ് കവറൂടെ വരും കേട്ടോ, അതിലാണ് നമ്മൾ ലാബിൽ ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ബോക്സിലാക്കി വെക്കണമെങ്കിൽ ബോക്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ കവർ ചെയ്തെടുത്ത സോപ്പ് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പ് സെറ്റ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ കവർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചെറിയ വിയർപ്പ് തുള്ളി പോലെ വരും. അപ്പൊ നമുക്കത് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് സീൽ ചെയ്ത് കൊടുക്കാം. ഇതേ സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ലാബിൽ ഒട്ടിക്കണം. അപ്പൊ എല്ലാ സോപ്പും നമുക്ക് ഇതുപോലെ സീൽ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബാക്ക് സൈഡിലായിട്ടാണ് ലാബില് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡിൽ നമ്മൾ ലാബിൽ ഒട്ടിക്കുമ്പോൾ ആ കവർ ചെയ്തത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോക്സിൽ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ വെക്കാനായ കാരണം കൊണ്ട് ഇപ്പോൾ ബോക്സിൽ ഇടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സിലാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് സോപ്പ് കാണാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും ബോക്സിൽ ഇപ്പോൾ ഇടാറില്ല കേട്ടോ.
ബോക്സ് നമ്മുടെ രണ്ട് ടൈപ്പ് ബോക്സ് ആണ് വരുന്നത്. നോർമൽ ബോക്സും അതുപോലെ തന്നെ ഇങ്ങനെ ഇത് നോർമൽ ബോക്സും ഇത് നമുക്ക് വിൻഡോ വരുന്ന ബോക്സ് ആണ് കേട്ടോ. രണ്ട് ടൈപ്പ് ബോക്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആർക്കെങ്കിലും സോപ്പിന്റെ ബോക്സ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഈ ബോക്സിലാവുമ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ വിൻഡോയുടെ ഉള്ളിൽ കൂടെ നമുക്ക് സോപ്പ് കാണാനായിട്ട് പറ്റും. നോർമൽ ബോക്സ് ആവുമ്പോ നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ രണ്ട് ബോക്സിനും റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്, ഒരേ റേറ്റ് അല്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ സോപ്പ്. ഇതേ കണ്ടില്ലേ, ഇപ്പൊ ഇതില് കാണാനില്ലേ? അപ്പൊ ഇതാണ് ബോക്സിൽ ഇടുമ്പോൾ നമ്മുടെ സോപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ പണി. നമ്മുടെ സോപ്പിന്റെ കവറിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ലിൻ ഫിലിമോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് കവറോ അല്ലെങ്കിൽ സോപ്പിന്റെ ബോക്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പാക്കിങ്ങിന്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുണ്ട് വെച്ചെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റ് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് കേട്ടോ നിങ്ങളുടെ കമന്റ്സുകൾ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലൈഫിലൂടെ മനസ്സിലാവാറുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ബൈ.